എനിക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ട്. പലർക്കും അങ്ങനെ നമ്മൾ പല രീതിയിലും ബന്ധപ്പെടുമ്പോൾ പല ആളടുത്തുനിന്ന് പൈസ കിട്ടാറുണ്ട്. എനിക്ക് കിട്ടാനുള്ള ഈ രീതിയിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കച്ചവടം തുടങ്ങി. അതായത് ഒരു മുട്ടായി കച്ചവടമാണ്. ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ മുളയും കാര്യമെല്ലാം വെച്ചിട്ട്, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലക്സ് ഷീറ്റെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ മുട്ടായി കട വെക്കുന്നത്. അവിടെ വത്തക്ക വെള്ളം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ മോര് വെള്ളം, അല്ലെങ്കിൽ തേനുണ്ട, അങ്ങനത്തെ ഒലിച്ച അങ്ങനത്തെ സാധനമെല്ലാം ഉണ്ടാകുക. മട്ടന്നൂർ എന്ന് പറഞ്ഞ സാമി എന്ന് പറഞ്ഞ ഒരാളെ കടയിൽ പോയിട്ട് ഹോൾസെയിൽ മേടിക്കുക. മട്ടന്നൂർ 5 റുപ്യക്ക് ബസ്സിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സാധനം എടുത്തിട്ട് നേരെ വരിക. അതിൽ 250 റുപ്യ തുടങ്ങി 2500 റുപ്യ ലാഭം ഉണ്ടായി. പക്ഷേ ഈ 2500 റുപ്യയിൽ 90% പറ്റൂക്കില്ല. അറിയുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് മേടിക്കും. എന്നിട്ട് ഒരാടെ ഇരിക്കുക, നാളെ തരാം. നമ്മൾ ചങ്ങായി പറഞ്ഞു ആ സമയത്തെല്ലാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതെല്ലാം നമ്മളൊരു എസെൻസ് എന്നല്ലേ, നമ്മളൊരു തുടക്കമല്ലേ ശരിക്കും. അങ്ങനത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. കാരണം അന്ന് പിന്നെ ഒന്നും ആലോചിക്കാനില്ല, നേരെ അങ്ങ് എടുത്ത് ചാട് ധൈര്യത്തിൽ. ബുദ്ധിയില്ലാത്ത പ്രായമല്ലേ. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രായം ഇങ്ങോട്ട് എത്തി മെച്ചൂർഡാകുമ്പോൾ നമുക്ക് പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ശരിക്കും ആ ഒരു പ്രായത്തിൽ എന്ത് ചെയ്യാന്നുള്ളൊരു അവസ്ഥയല്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ എസെൻസ് നഷ്ടപ്പെട്ട് വന്നതുകൊണ്ടാണ് ബിസിനസ്സിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാൻ പറ്റാത്തത്. പക്ഷെ അത് നമ്മൾ റീകോൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പൊടി തട്ടി എടുക്കാൻ പറ്റൂലേ.